ശ്രീ അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിന് 22-ാം തീയതി വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് വഞ്ചിയൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. രാഹുലിനെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. കോടതിയും അത്തരത്തിൽ വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് രാഹുലിനെതിരെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഈ കോടതി നടപടികളോട് പ്രതികരിക്കുന്നത്? പ്രധാനമായും രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ 10 വർഷവും ശിക്ഷ കിട്ടുന്ന, അതോടൊപ്പം തന്നെ പിഴ ശിക്ഷയും കിട്ടുന്ന വകുപ്പുകളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകന്റെ കർത്തവ്യം, ഒരു പോലീസിന്റെ കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി കഠിനമായ മുറിവുണ്ടാക്കുക എന്നുള്ളതാണ് സെക്ഷൻ IPC 333. അത് 10 വർഷം ശിക്ഷ കിട്ടുന്ന വകുപ്പാണ്. അതോടൊപ്പം തന്നെ അപകടകരമായ ആയുധങ്ങളോ മാർഗങ്ങളോ ഉപയോഗിച്ച് ഗുരുതരമായിട്ട് പരിക്കേൽപ്പിക്കുക എന്ന 326 വകുപ്പുണ്ട്. അതിലും 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. ഈ രണ്ട് വകുപ്പുകളും വെച്ച് നോക്കുമ്പോൾ, അതുപോലെ പൊതുമുതൽ നശിപ്പിച്ച കേസുണ്ട്, കുറ്റകൃത്യത്തിന് മറ്റ് കൂടെയുള്ളവരെ പ്രേരിപ്പിച്ച സാഹചര്യമുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കൂടെ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട 30ഓളം പേര് 16 ദിവസം തടവിൽ കഴിഞ്ഞിട്ടാണ് അവർക്ക് ജാമ്യം കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് ഒരു പ്രിവിലേജും ശ്രീ രാഹുൽ മാങ്കൂട്ടന് ഇല്ലല്ലോ. MLA-മാരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായി നിയമസഭയുടെ സ്പീക്കറുടെ മുൻകൂർ അനുമതി വേണം. അതിനുശേഷം ഈ കുറ്റകൃത്യം നടന്ന 20/12 ശേഷവും ഇടുക്കി വണ്ടിപ്പെരിയാട് നടന്ന ഒരു സമരത്തിൽ അവിടെയും പോലീസുകാരെ ആക്രമിക്കാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നടന്ന DGP ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവിടെയും സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെയും സമാനമായിട്ടുള്ള ഒഫൻസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ അക്രമം സംഘടിപ്പിക്കുക, പട്ടിക ഉപയോഗിച്ചുകൊണ്ട് പോലീസുകാരുടെ തലതല്ലി പൊളിക്കുക, അതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിക്കുക, പോലീസുകാരെ ക്രൂരമായിട്ട് ആക്രമിക്കുക, അവരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുക, അത്തരത്തിൽ ഗൗരവമായിട്ടുള്ള വകുപ്പുകൾ ഉള്ള സഹപ്രവർത്തകരെല്ലാം 10-16 ദിവസം ജയിലിൽ കിടന്നപ്പോൾ എന്തായാലും പോലീസ് ഏറ്റവും നിയമപരമായിട്ടുള്ള അറസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു കുറവും വന്നിട്ടില്ല. അത് മജിസ്ട്രേറ്റിനെ ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് മജിസ്ട്രേറ്റ് ഇന്ന് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് അരുൺകുമാർ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. PC വിഷ്ണുനാഥ് കോൺഗ്രസ് നേതാവ് ഈ ഘട്ടത്തിൽ ഒരു പ്രതികരണം നടത്തി. ഈ നിമിഷം മുതൽ ഞങ്ങൾ പ്രതിഷേധിക്കാൻ പോകുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത നിമിഷം മുതൽ പലയിടങ്ങളിൽ വലിയ സംഘർഷവും അക്രമവും നടത്താൻ യൂത്ത് കോൺഗ്രസ് പദ്ധതിയിട്ടു. ഇപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയെന്ന വിധത്തിൽ അത്തരത്തിൽ ഒരു കലാപത്തിന് ആഹ്വാനം നൽകുക കൂടിയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത്. ഈ കേരളത്തിൻ്റെ ഒരു ക്രമസമാധാന നിലയെ അങ്ങേയറ്റം ബാധിക്കുന്ന രീതിയിൽ നേതാക്കളുടെ പ്രസ്താവനയെ കൂടി കാണേണ്ടതുണ്ട്, അല്ലേ? തീർച്ചയായും ഇവിടെ യുവജന നേതാക്കന്മാരെയും വിദ്യാർത്ഥി നേതാക്കന്മാരെയും എല്ലാം ഇതിലും വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ അറസ്റ്റ് ചെയ്ത നിരവധി സാഹചര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന സഖാവ് വസീഫ് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് അച്ഛന്റെയും അമ്മയുടെയും ഭാര്യയുടെയും പിഞ്ചു കുട്ടിയുടെയും മുന്നിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ കൈവിലങ്ങണിയിച്ച് PK ബിജു അടക്കമുള്ള നേതാക്കന്മാരെ കൊണ്ടുപോയത്, ഇലക്ട്രിക് ലാത്തി, ജലഭീരങ്കി, ഗ്രനേഡ്, ജനനേന്ദ്രിയത്തിൽ വരെ തകർക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തിയ പോലീസുകാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് സമരമാകുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള നിയമ നടപടി നേരിടാൻ തയ്യാറാകണമല്ലോ. അപ്പോൾ പോലീസിനെ ക്രൂരമായി ആക്രമിക്കുന്നതും രാവിലെ മുതൽ വൈകുന്നേരം വരെ കലാപ ആഹ്വാനം നടത്തി അക്രമം സംഘടിപ്പിച്ചെല്ലാം ലൈവായിട്ട് ജനങ്ങൾ കണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കേസിൽ സഹപ്രവർത്തകരെല്ലാം ജയിലിൽ പോയി രാഹുൽ മാങ്കൂട്ടിന് മാത്രം പ്രിവിലേജ് വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല എന്നാണ് കാര്യം. അതിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിൽ ആകമാനം അക്രമ സമരം നടക്കുകയും അതിനെ മുഴുവൻ ചില മാധ്യമങ്ങൾ ലൈവ് കൊടുക്കുകയും വലിയ തരത്തിൽ കലാപകലുഷിതമായിട്ടുള്ള അന്തരീക്ഷമാണ് കേരളത്തിൽ എന്ന് പറയുകയൊക്കെ ചെയ്തു. ഇവിടെ ഒരു തരത്തിലുള്ള ഇരട്ട നീതിയില്ല. സഹപ്രവർത്തകരെല്ലാം ജയിലിൽ കിടക്കുമ്പോൾ നേതാവ് പുറത്തുകൂടെ വന്ന് കൂടുതൽ കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്നു. അത് കൃത്യമായിട്ട് പോലീസ് മാതൃകാപരമായിട്ട് നടപടി സ്വീകരിച്ചു. അതിനെ അത്തരത്തിൽ കണ്ടാൽ മതിയാകും. ഓക്കെ, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് KS അരുൺകുമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ അക്രമ സമരത്തിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ 22-ാം തീയതി വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് വഞ്ചിയൂർ കോടതി. രാഹുലിനെതിരെ കടുത്ത ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നുവെന്നാണ് കോടതിയുടെ നിരീക്ഷണം.